അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ കാര്യം കുറച്ചുകൂടി കഴിയട്ടെന്നാ പറയുന്നത്. അത് മതി വി പി. നമ്മളായിട്ട് അപ്പുനെ നിർബന്ധിക്കണ്ട. അപ്പുവായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് മതി. എന്തായാലും ഡോക്ടറെ ഒന്ന് പോയി കാണണം. അപ്പു സമ്മതിച്ചിട്ടുണ്ട്. നിനക്കെന്താ അശ്വതി, നേരം കുറെ ആയല്ലോ ഈ നിപ്പ് തുടങ്ങിയിട്ട്. അതെ, ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടു ഇരിക്കാൻ ഇവിടെ ആരും ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ. ചുമ്മാ ഓരോന്നാലോചിച്ച് സമയം കളയാതെ ഊണിനുള്ള കാര്യം നോക്കു പെണ്ണേ. കറിക്കുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നുറുക്കി തരാം. അമ്മയ്ക്ക് മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ആ, ഈ വീട്ടിൽ എനിക്ക് മാത്രമാണല്ലോ വായും വിശപ്പൊക്കെ ഉള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ വായു ഭക്ഷണമല്ലേ. ദേ അശ്വതി, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ അമ്മയും മോളും കൂടെ പട്ടിണി കിടക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ? ഇതൊക്കെ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളാ. അതിന് പട്ടിണി കിടന്നല്ല പ്രതിഷേധം തീർക്കേണ്ടത്. എന്നാലും മാളുവിനെ ഇവിടെ ആക്കിയിട്ട് പോയിട്ട് ടീച്ചറോ ജോബിനോ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ. അവര് വിളിക്കില്ല. കാരണം തെറ്റ് അവരുടെ ഭാഗത്താണെന്ന് അമ്മയ്ക്കും മോനും നല്ലതുപോലെ ബോധ്യമായിട്ടുണ്ടാവും. പിന്നെ 1 9 പറഞ്ഞ് എരിവ് കയറ്റാൻ അവിടെ എന്തിനും പോകുന്ന തള്ളയുണ്ടല്ലോ. അഥവാ വിളിക്കണമെന്നോ വരണമെന്നോ തോന്നിയാൽ അവരായിട്ട് അത് മുടക്കിക്കോളും. ഒരു കാര്യം ഞാൻ പറയാം അശ്വതി, ആ തള്ള എന്ന് ആ വീട്ടിൽ കാലുകുത്തിയോ അന്നു മുതൽ അവിടെയുള്ളവരുടെ മനസ്സും ജീവിതവും ഒക്കെ താഴോട്ടാ. എന്നാലും കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കില്ലാതെ പറ്റില്ലല്ലോ അമ്മേ. എത്ര ദിവസം കണ്ട മാളൂടെ നിൽക്കേണ്ടത്? മുരളിയേട്ടൻ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായാൽ മതിയായിരുന്നു. നീ അങ്ങനെ തിരക്ക് കൂട്ടുമൊന്നും വേണ്ട അശ്വതി. മുരളി വന്നാലെന്താ, ഉള്ള കാര്യം നമ്മൾ പറയും. നമ്മളാരും അവളെ ബലാത്കാരമായിട്ട് വിളിച്ചു വരുത്തിയൊന്നും അല്ലല്ലോ. അവൻ കൊണ്ടാക്കിയിട്ട് പോയതല്ലേ. അവിടുത്തെ പൊറുതി തൽക്കാലം അവക്ക് മതിയാക്കണമെന്ന് തോന്നിയെങ്കിലേ അതിന്റെ പിന്നിൽ തക്കതായ കാര്യം കാണും. അല്ല, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കൊച്ചു പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒപ്പം ജോലി ചെയ്യുന്നതാ, 2 ഡോക്ടർമാരാ, ഒക്കെ ശരി തന്നെ. എന്ന് കരുതി പരിധി വിട്ട അടുപ്പവും ചങ്ങാത്തവും ഒക്കെ എന്തിന്റെ ലക്ഷണമാണെന്ന് നമുക്ക് ഊഹിച്ചൂടെ? തുടക്കത്തിലെ തടയിടാൻ മാളു ശ്രമിച്ചു. അതിനവൻ സമ്മതിച്ചില്ല. 1 2 പറഞ്ഞ് വഴക്കായി. ന്യായം ആരുടെ ഭാഗത്താ? നമ്മുടെ കൊച്ചിന്റെ ഭാഗത്താ. അതുകൊണ്ട് മാന്യമായ രീതിയിൽ ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കേണ്ടത് അവരുടെ ഭാഗത്ത് നിന്നാ. അങ്ങനെ വാശി പിടിച്ച് നിൽക്കാൻ നമുക്ക് പറ്റുമേ? അവരായിട്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നമ്മളായിട്ട് അങ്ങോട്ട് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? ഒന്നുമില്ലേലും ഈ കാര്യത്തില് ഡേസി ടീച്ചർക്ക് എന്താ പറയാനുള്ളതെന്നെങ്കിലും അറിയായിരുന്നല്ലോ. എന്തിന്? അതിന്റെ ഒന്നും കാര്യമില്ല. പിന്നെ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. ഒടുക്ക അവര് പറയുന്നത് കേട്ട് നാണം കേട്ട് തല കുനിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അതെ, ഇവിടുന്ന് ആരും ആരെയും വിളിക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ ഇഷ്ടപ്രകാരം. ഇനി ആര് വിളിച്ച് എന്തൊക്കെ ഒത്തുതീർപ്പിന് ശ്രമിച്ചാലും തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. മാളു, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഇത് വാശിയുടെ കാര്യമല്ല അമ്മേ. എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം. അതിന് എനിക്ക് കൺവിൻസ് ആവുന്ന ഒരു ഉത്തരം കിട്ടുന്നത് വരെ ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിനി ആരെന്തൊക്കെ കോംപ്രമൈസിന് ശ്രമിച്ചാലും ഞാൻ പോവില്ല. കേട്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു? അതെ, അവനോടൊപ്പം അവിടെ പൊറുക്കേണ്ടത് അവളാ. അത് നമ്മുടെ കൊച്ചിന്റെ മാത്രം ആവശ്യമല്ല, അവരുടെയും കൂടെ ആവശ്യമാ. അവള് പറഞ്ഞതുപോലെ സംഭവിച്ചത് എന്താണെന്ന് അവൻ വന്ന് അവളോട് ഏറ്റു പറയട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള ഒത്തുതീർപ്പൊക്കെ മതി. അല്ലേലും കുറച്ചു ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെടി. നമ്മൾ അയയുന്നില്ലെന്ന് കണ്ട അവർ താനേ ഇങ്ങോട്ട് വന്നോളൂ. നീ വെറുതെ ഓരോന്നാലോചിച്ച് കാട് കയറാതെ. അവർക്കില്ലാത്ത പേടി നമുക്കെന്തിനാ? വിജയ്ക്കറിയാലോ, ഇപ്പോഴത്തെ കുട്ടികൾ ഏത് കാര്യത്തിനായാലും വളരെ സെൻസിറ്റീവാ. പ്രൊഫഷണലായാലും ഫാമിലി ലൈഫിലായാലും നമ്മുടെ ജനറേഷനിലെ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിനോ വിട്ടുവീഴ്ചയ്ക്കോ അവർ തയ്യാറല്ല. യെസ്, അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം മാളുവും ജോബിനും അങ്ങനെ ഒരു എടുത്തുചാട്ടക്കാരല്ല. കാരണം കുട്ടികൾ രണ്ടുപേരും അങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ വളർന്നു വന്നത്.
പ്രത്യേകിച്ചും മാളുവിന്റെ കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഒരു സിംഗിൾ പാരന്റ്ഷിപ്പിൽ അതും ഡേസിയെ പോലെ ഒരാളുടെ തണലിൽ വളർന്നതുകൊണ്ട് ജോബിനും ആ ഒരു മെച്യൂരിറ്റി കാണാതിരിക്കില്ലല്ലോ. എന്നിട്ട് ഇങ്ങനൊരു അബദ്ധം അവർക്ക് എങ്ങനെ സംഭവിച്ചു എന്നാ എനിക്ക് മനസ്സിലാവത്ത്. അതാണ് വിജയ് എന്റെയും പ്രശ്നം. അവര് തമ്മിൽ അങ്ങനൊരു ക്ലാഷോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ ഇതുവരെ സംഭവിക്കാത്തതാണ്. രണ്ടുപേരും അവരവരുടെ ഇഷ്ടങ്ങളെയും ആവശ്യങ്ങളെയും പരസ്പരം റെസ്പെക്ട് ചെയ്തിരുന്നു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാ മറ്റൊരാളുടെ പ്രശ്നം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ സംസാരം ഉണ്ടാകുന്നത്. അപ്പു പറഞ്ഞപ്പോ ഇത് ഇത്രയും സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആണെന്ന് ഞാൻ കരുതിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ തമാശയ്ക്ക് കുട്ടികൾ പിണങ്ങാറില്ലേ, ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ മാളുവിനോട് ഇക്കാര്യം സംസാരിക്കുമായിരുന്നു. ഡേസി വിഷമിക്കണ്ട, ഇതൊരു സീരിയസ് ഇഷ്യൂ ആയി എടുക്കുകയും വേണ്ട. ഇതൊക്കെ നമുക്ക് പറഞ്ഞു പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. അല്ല, അശ്വതി മുരളി ഇക്കാര്യത്തിൽ എന്താ പറയുന്നേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അശ്വതിയുടെയും മുരളിയുടെയും ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല ഗീത. എന്താ പ്രശ്നമെന്ന് രണ്ടുപേരും ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോലും ഇല്ല. അതെന്താ അങ്ങനെ? ഇതറിയുമ്പോ അശ്വതി എങ്കിലും ഡേസിയെ വിളിച്ച് കാര്യം അന്വേഷിക്കേണ്ടതാണല്ലോ. പ്രത്യേകിച്ചും ചെറിയ കാര്യങ്ങൾക്ക് പോലും അശ്വതി വളരെ ടെൻസ്ഡ് ആവുന്ന ആളായിരുന്നില്ലേ? അതേന്നേ, പക്ഷെ ഈ കാര്യത്തിൽ അശ്വതി പോലും ഒന്ന് വിളിച്ച് അന്വേഷിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു ഗീത. ആ, അപ്പു എത്തിയല്ലോ. ആന്റി എപ്പോ എത്തി? കുറച്ചു നേരമായി. നീ എവിടെയായിരുന്നു അപ്പു? ഞാൻ ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഈ വെയിലത്തോ? അങ്ങനെയൊന്നും നോക്കില്ല, തോന്നിയപ്പോ ഒന്ന് ഇറങ്ങി നടന്നു. അല്ല, ആന്റി മാളിന്റെ അടുത്ത് കയറിയോ? ഇല്ല, സത്യത്തിൽ അവിടെ കയറാൻ വേണ്ടിയാ ഞാൻ ഇറങ്ങിയത്. പിന്നെ തീരുമാനം മാറ്റിയതാ. ഗീതയും വിജയും കണ്ടിട്ട് അങ്ങോട്ട് പോകാന്ന് കരുതി. തനിച്ച് മാളുവിനെ ഫേസ് ചെയ്യാൻ എന്തോ ഒരു പ്രയാസം. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഡേസി. അശ്വതി മുരളിയൊന്നും ഇത് ഇത്രയും ഗൗരവമുള്ള പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. പോരാത്തതിന് മുരളി സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. മുരളി വന്നിട്ട് ഇക്കാര്യം നേരിട്ട് വന്ന് സംസാരിക്കാന്ന് കരുതിയിട്ടുണ്ടാവും അശ്വതി. ഇനിയിപ്പോ മുരളി വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട വി പി. നമുക്ക് രണ്ടുപേർക്കും കൂടി മാളുവിനെ വിളിച്ചു വരുത്തി ഒന്ന് സംസാരിക്കാം. അത് തീരുന്ന കാര്യമേ ഉള്ളൂ. ശരിയാ, ഡേസി വിഷമിക്കണ്ടെന്നേ. അപ്പോ നീ മാളുവിനെ വിളിച്ചിങ്ങോട്ടൊന്ന് വരാൻ പറ. പിന്നെ ഡേസി വന്ന കാര്യം പറയണ്ട കേട്ടോ, ഇവിടെ വരും പറഞ്ഞാൽ മതി. അതിന്റെ ആവശ്യമുണ്ടോ പി പി? ഇപ്പോ നിങ്ങൾ മുതിർന്നവർ ഇക്കാര്യത്തിൽ ഇടപെടണ്ടെന്ന എന്റെ അഭിപ്രായം. ഇടപെടാതെ പിന്നെ? അപ്പു ഡേസി പറഞ്ഞു വെച്ച് നോക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സൗന്ദര്യപ്പിണക്കം അല്ലെന്ന് തോന്നുന്നു. നിന്നോട് അവള് വല്ലതും പറഞ്ഞോ അപ്പു? കാര്യങ്ങളൊക്കെ മാള് പറഞ്ഞു. പക്ഷെ ആന്റി, ഇത് ആന്റി പേടിക്കുന്ന പോലെ അത്ര സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ചെറിയൊരു ഇൻസൾട്ട്, അതാ മാളുവിനെ ഹേർട്ട് ചെയ്ത്. ആ മുറിവ് അവളുടെ മനസ്സിൽ കിടക്കാൻ പാടില്ലല്ലോ അപ്പു. അവൾക്കത് അത്രയ്ക്ക് വിഷമമായെങ്കിൽ ഞാൻ ഇനിയും സോറി പറയാം അവളോട്. ഒന്നും വേണ്ട ആന്റി, നിങ്ങള് മുതിർന്നവർ ഈ കേസിൽ ഇടപെടുക വേണ്ട. ഇത് ഞങ്ങൾ കുട്ടികളുടെ ഇഷ്യൂ അല്ലേ, അപ്പോ ഞങ്ങളായിട്ട് തന്നെ പരിഹാരം കണ്ടോളാം. ഇപ്പൊ തന്നെ ആന്റിയും അശ്വതി ആന്റിയും ഒക്കെ ഈ വിഷയം അറിഞ്ഞതിന്റെ വിഷമം മാളുവിനുണ്ട്. ഇനിയിപ്പോ വി പി അമ്മയും കൂടി ഇതിൽ ഇടപെട്ടാ അത് അവളെ കൂടുതൽ അപ്സെറ്റ് ആക്കുകയുള്ളൂ. പിന്നെ ഇത് എങ്ങനെ ഡീൽ ചെയ്യാനാ അപ്പു നീ ഉദ്ദേശിക്കുന്നത്? അവർ രണ്ടുപേരെയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മാളുവിനോട് ഓൾറെഡി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടറെ ഞാൻ വിളിക്കാഞ്ഞത് എന്റെ മൂടൊന്ന് ശരിയായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അത് സാരമില്ല, ഞാൻ കഴിയുന്നതും വേഗം ഡോക്ടറെ കണ്ട് സംസാരിക്കാം ആന്റി. അപ്പു പറയുന്നതിലും കാര്യമുണ്ട് ഡേസി. ഇത് നമ്മളെക്കാൾ വെടിപ്പായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് തന്നെയാ. നമ്മളായിട്ട് ഇടപെട്ട അവരുടെ മനസ്സിലും ഈ പണക്കം ഒരു സീരിയസ് ഇഷ്യൂ ആയി തന്നെ മാറും. അപ്പു സംസാരിക്കും ജോബിനോട്. മാള് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതുകൊണ്ട് അവനായിട്ട് ഇനി വിളിക്കില്ലെന്നാ പറയുന്നത്. അത് ഡോക്ടർ പറയുന്നല്ലേ, അതൊന്നും ആന്റി കാര്യാക്കണ്ട. ഞാനൊന്ന് കാണട്ടെ ഡോക്ടറെ, ആ നിലപാടൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. സത്യം പറയാലോ വിജയ്, ഇവിടെ വന്നപ്പോഴാ എനിക്ക് ഇത്തിരിയെങ്കിലും സമാധാനമായത്. ഇതിന്റെ പേരിൽ
ഞാനും ജോബിനും തമ്മിൽ പിണങ്ങിയിരിക്കുക. അത് ശരി, കാര്യങ്ങൾ അവിടം വരെ എത്തിയോ? ഇനിയിപ്പോ അങ്ങനെ ഒരു പിണക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം അപ്പു ഏറ്റിട്ടുണ്ടല്ലോ. ആന്റി ധൈര്യമായിട്ടിരിക്കെ. ഇത് വളരെ സിമ്പിളായി നമുക്ക് സോൾവ് ചെയ്യാന്നേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ വിജയ്. ഗീത, അയ്യോ അതെന്ത് പോക്കാ? ഇന്നെനിക്ക് പോവണ്ട, കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? വേണ്ട ഗീത, ഇതൊന്ന് പരിഹരിക്കുന്നത് വരെ എനിക്കൊരു സമാധാനം കിട്ടില്ല. പോട്ടെ, അവിടെ അമ്മച്ചി ഒറ്റയ്ക്കാ. ജോബിൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുൻപ് അങ്ങ് ചെല്ലണം. അപ്പോ നീ ഒന്ന് വന്നേ. ശരി. എന്താ ആന്റി? അല്ലപ്പോ, ഞാൻ ഇവിടം വരെ വന്നിട്ട് മാളുവിന്റെ വീട്ടിലൊന്ന് കയറിയില്ലെന്നറിയുമ്പോ അവർക്കത് വിഷമാവില്ലേ? എനിക്ക് മാളുവിനെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. അത് വേണോ ആന്റി? പോയാൽ എന്തായാലും ആന്റിക്ക് അവിടെ ഈ കാര്യം സംസാരിക്കേണ്ടി വരും. അശ്വതി ആന്റിക്ക് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മുത്തശ്ശി ഇടപെട്ട് സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കാൻ ചാൻസ് ഉണ്ട്. അത് നേരാ. അങ്ങനെ ഒരു പേടി എനിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. ഇന്ദിരാമയൊക്കെ ഇടപെട്ടാ പിന്നെ കുട്ടികളുടെ മനസ്സിലെ വാശിയും ദേഷ്യമൊക്കെ കൂടുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ആന്റി അവിടെ പോവാതിരിക്കുന്നേ നല്ലത്. കാര്യം ഞാൻ മാളുവിനോട് പറഞ്ഞാൽ മതിയല്ലോ. അവളോട് എനിക്ക് ഒരു ദേഷ്യമില്ലെന്ന് ഒന്ന് പറയണം. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൾക്ക് നന്നായിട്ട് അറിയാം. ആന്റിയെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട്. ഈ കാര്യത്തില് ഞാൻ അവൾക്കൊപ്പമാണ്. ജോബിൻ മറ്റൊരു സ്ത്രീക്ക് വേണ്ടി ഒരിക്കലും മാളുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ലായിരുന്നു. അവനൊരിക്കലും അത്തരം സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഈ കാര്യത്തിൽ അവൻ എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലപ്പോ. മാളുവിനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യണമെന്ന് ഡോക്ടറും വിചാരിച്ചു കാണില്ല. പരസ്പരം വാശിയോട് സംസാരിച്ചു വന്നപ്പോൾ പറ്റിപ്പോയൊരു അബദ്ധമായിരിക്കും. അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് അത്തരം വാക്കുകളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നീ അവരെ രണ്ടുപേരെയും കണ്ട് ഒന്ന് സംസാരിക്കപ്പോ. അവരായിട്ടുണ്ടാക്കിയ വഴക്ക് അവരായിട്ട് തന്നെ തീർത്താൽ നീ പറഞ്ഞതുപോലെ അതൊരു നല്ല കാര്യം തന്നെയാ. കഴിയുമെങ്കിൽ മുരളി വരുന്നതിന് മുൻപ് ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കപ്പോ. ആന്റി ധൈര്യമായിരിക്കും. ഇത് ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. മുരളിയെങ്കിൽ വരുന്നതിന് മുമ്പ് മാള് തിരിച്ച് ആന്റിയുടെ അടുത്ത് എത്തിയിരിക്കും. പോരെ? ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ മറന്നു. നീ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല ആന്റി, സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നപ്പോഴാണല്ലോ ആതിരയുടെ കാര്യം. മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡാ. ഒക്കെ ഒന്ന് ശാന്തമായിട്ട് തുടങ്ങണം. എല്ലാം ഓക്കെ ആവും അപ്പോ. ഇതുവരെ തളരാതെ നീ പിടിച്ചു നിന്നില്ലേ? ഇനിയും നിനക്കതിന് കഴിയണം. കഴിയും. എന്നും ആന്റി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പോട്ടെ അപ്പോ. ഞാൻ വിളിക്കാം ആന്റി. ശരി. ഹോ, നാശം പിടിക്കാനായിട്ട് ഇതൊന്ന് തുന്നി വെക്കാന്ന് വിചാരിച്ചപ്പോ സൂചിക്കുഴയായിട്ട് കാണാനും പറ്റുന്നില്ലല്ലോ. എന്നാ ചെയ്യാനാ? ആ, ജോക്കുട്ടിനാ വന്നേന്ന് തോന്നുന്നു. രക്ഷപ്പെട്ടു. എടാ മോനെ, ഒന്നു വാടാ. എന്തായാലും കൃത്യസമയത്താ നീ വന്നേ. അമ്മച്ചിക്കേ ഈ സൂചിയിൽ നൂലൊന്ന് കോർത്തതാ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞപ്പോ ഇതൊക്കെ ഒന്ന് തുന്നി ശരിയാക്കാന്ന് വിചാരിച്ചു. അമ്മച്ചി ഒറ്റയ്ക്കുള്ളൂ ഇവിടെ? മമ്മിയോടെ പോയി? ഡെയ്സമ്മ പുറത്തോട്ട് പോയതാ. പള്ളി പോയതാണോ? ഞാൻ അവളോട് ചോദിച്ചതാ. അപ്പൊ അവൾ ഒന്നും മിണ്ടാതെ ഒറ്റ പോക്ക്. ഞാൻ പിന്നെ അഴിഞ്ഞും കിഴിഞ്ഞും ചോദിക്കുന്നത് മോശമല്ലേന്ന് കരുതി കൂടുതലൊന്നും ചോദിച്ചില്ല. പിന്നെ നിനക്ക് കഴിക്കാനുള്ളതെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നീ വരുമ്പോ അതൊക്കെ എടുത്തു തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ ഡെയ്സമ്മ പോയത്. എന്താ അമ്മച്ചിയോടെ എവിടെ പോവാന്ന് പറയാതെ പോയത് മമ്മി? അതിപ്പോ എന്നാന്ന് ചോദിച്ചാ, എന്റെ ബലമായ സംശയം ഞാൻ പറയട്ടെ ജോക്കുട്ടാ. ഡെയ്സി മാളുവിന്റെ വീട്ടിൽ പോയതാവാനാ സാധ്യത. മാളുവിന്റെ വീട്ടിലോ? ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ മമ്മിയോട് പ്രത്യേകം പറഞ്ഞാണല്ലോ. അത് നീ പറഞ്ഞത്.
പക്ഷെ അങ്ങനെ പോകാതിരിക്കാൻ പറ്റുമോ ഡേസമ്മയ്ക്ക്? എത്രയൊക്കെ ആയാലും നിന്റെ പെണ്ണല്ലേ മോനെ അവള്. പെണ്ണൊരുത്തി പിണങ്ങി കെട്ടിയവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ അതിന്റെ നാണക്കേട് കെട്ടിയവനേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതേ അവന്റെ വീട്ടുകാരാ. നാളെ ഒരു കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ വീട്ടുകാര് വളം വെച്ച് കൊടുത്തിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നേ അവര് പറയത്തുള്ളൂ. അതെന്നെ മമ്മി അറിയാവുന്നവരാരും അങ്ങനെ പറയത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്താ മാളുവിനോട് ചെയ്തത്? അവള് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് അമ്മച്ചിയും കണ്ടല്ലേ? ഞാനോ നീയോ ഡേസമ്മയോ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞെ? നാട്ടുകാരുടെ വാ പൊത്താൻ ആർക്കേലും പറ്റുമോ? ആ, ഒന്നാമത് അന്യ സമുദായത്തിൽ നിന്ന് വന്നു കയറിയ പെണ്ണ്. 2, അവള് പറഞ്ഞിട്ട് പോയത് എന്നതാ അവളുടെ പണം അവളോട് ചോദിക്കാതെ നീ എടുത്തെന്ന്. അപ്പൊ സ്ത്രീധന പ്രശ്നമായേ. അതാ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളിൽ തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും പേദോഷം കേൾക്കുന്നതേ ചെറുക്കനും അവന്റെ വീട്ടുകാരുമായിരിക്കും. അല്ല, ഒരു കണക്കിന് ഡേയ്സും അവിടെ പോയതാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെ. എന്ത് നല്ല കാര്യം? എനിക്കങ്ങനെ തോന്നുന്നില്ല. മമ്മി വെറുതെ എന്നോടുള്ള ദേഷ്യത്തിന് പോയതാ അവിടെ. നീയും ഡേയ്സമ്മയും തമ്മിലുള്ള പ്രശ്നം അങ്ങ് വിട്ടേര് ജോക്കുട്ടാ. എപ്പോഴായാലും നിങ്ങൾ പെറ്റമ്മേ മോനുവാ. അതുപോലെ അല്ലല്ലോ വന്നു കയറി ഒരുത്തി വീട്ടിൽ നിന്ന് പിണങ്ങി പോകാന്ന് വെച്ചാ. ഇടാ, നമ്മളൊന്ന് താണു കൊടുത്താലും വേണ്ടിയില്ല. അവള് പെട്ടിയും പൊക്കണോ എടുത്ത് ഇങ്ങ് പോരുന്നെങ്കിൽ പോരട്ടെന്ന് വെക്കടാ മോനെ. ഈ മമ്മിയുടെ ഒരു കാര്യം എന്നോടൊന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തില്ല. അത് ഡേയ്സമ്മയുടെ സ്വഭാവം പണ്ടേ അങ്ങനെയാണല്ലോ. എന്ത് കാര്യം വന്നാലും സ്വന്തം തീരുമാനം. അല്ലാണ്ട് ആരുടെ ബുദ്ധി അവളുടെ മുന്നിൽ വില പോവില്ല. അതെന്റെ അലക്സുമോൻ പഠിപ്പിച്ചു കൊടുത്തതാന്നേ. ചിലപ്പോ പിടിച്ചിടം കൊണ്ടേ അവള് വരത്തുള്ളൂ. ദേ, ഇനി ഇപ്പൊ ഡേയ്സമ്മയുടെ കൂടെ അവളിങ്ങി പോന്നാലും നീ മുഷിയാനും മുഖം ധരിക്കാനും ഒന്നും നിക്കല്ലേ ജോക്കുട്ടാ. ആ എടാ മോനെ, ദേ ഈ സൂചി നൂലും ഒന്ന് കോർത്തു വന്നിട്ട് പോടാ. അമ്മച്ചി അത് അവിടെ വെച്ചേ, എനിക്കൊന്നും അറിയത്തില്ല. മോനെ, ഓ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഒരു മനസാക്ഷി ഇല്ലാത്ത ചെറുക്കൻ. ഒരു സൂചിയിൽ നൂല് കോർക്കാൻ അറിയാൻ വയ്യാത്തവനാ നാട്ടുകാരുടെ നെഞ്ചു വലിച്ചു കീറാൻ പോകുന്നേ. എന്നാ വിശ്വസിച്ചാ കർത്താവേ നാട്ടുകാർ ഇവന്റെയൊക്കെ മുന്നില് ഞെളിഞ്ഞു കിടന്നു കൊടുക്കുന്നേ. ആന്റി, ആന്റി. ആ, അപ്പോ എന്തുപറ്റി ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ തോന്നാൻ? വെറുതെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാ ആന്റി. അപ്പൊ വിചാരിച്ചു ഇവിടെ ഒന്ന് കയറിട്ട് പോവാന്ന്. കൊറേ നാളായാലും നീ ഈ വഴിക്ക് വന്നിട്ട്. ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട ആന്റി. മാളു ഇവിടെ റൂമിലാണോ? അല്ല, അവള് മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. ഓ അത് ശരി. നല്ല ശീലങ്ങളൊക്കെ ഉണ്ടോ അവക്ക്? അമ്മ അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. ഇപ്പോ ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത മട്ടാപ്പൂ. ഏതു നേരവും മുറിയടച്ച ഒരേ ഇരിപ്പാ. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഡോക്ടറായിട്ട് വഴക്കിട്ട കാര്യം എന്നോടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ആക്ച്വലി എന്താ ആന്റി അവര് തമ്മിലുള്ള പ്രശ്നം? ആന്റിയോട് ഡീറ്റെയിൽ ആയിട്ട് അവളൊന്നും പറഞ്ഞില്ലേ? അതിപ്പോ ഞാൻ എന്ത് പറയാനാപ്പൂ? നീ അവളോട് തന്നെ ചോദിക്ക. ജോബിന് അവളെ എന്തോ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു എന്നൊക്കെയാ പറയുന്നത്. പിന്നെ നിന്നോടായതുകൊണ്ട് പറയാലോ, ജോബിന് അതേ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പു? നിന്നോട് അവൾ ഇതേപ്പറ്റി മുമ്പ് വല്ലതും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല ആന്റി. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇവളെ അത്ര സീരിയസ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനും ഇതൊക്കെ തന്നെ അവളോട് പറഞ്ഞത്. പക്ഷേ ജോബിന് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതിന്റെ പ്രശ്നമല്ല അവക്ക്. ഞാൻ പറഞ്ഞില്ലേ, മാളുവിനെ കുറ്റപ്പെടുത്തി ആ കുട്ടിയെ പ്രേസ് ചെയ്തെന്തോ സംസാരിച്ചു. അതാ മാളുവിനെ ഇത്ര പ്രകോപിപ്പിച്ചത്. അല്ലെങ്കിലും മാളുവിന്റെ സ്വഭാവം നമുക്കറിയില്ല ആന്റി. കുഞ്ഞു കാര്യം പോരെ അവക്ക് പിണങ്ങാൻ. ആന്റി വിഷമിക്കണ്ട, ഞാൻ അവളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചോളാം. മുരളിയങ്കിൾ വന്നില്ലേ ഇതുവരെ? ഇല്ല, 2-3 ദിവസത്തെ ട്രിപ്പ് എന്നും പറഞ്ഞു പോയതാ. പക്ഷെ ഇപ്പൊ പോയിട്ട് 3-4 ദിവസമായി. ഇനിയും കുറച്ചു ദിവസം കൂടെ കഴിയുമെന്നാ പറഞ്ഞത്. ഒരു വലിയ പ്രോജക്റ്റിന്റെ ഡിസ്കഷനാ. അങ്ങനെ പെട്ടെന്ന് നിർത്തി പോരാൻ പറ്റില്ലെന്നാ പറയുന്നത്. മുരളിയേട്ടൻ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്താൽ കൊള്ളാന്നുണ്ട് അപ്പു. ആന്റി വിഷമിക്കേണ്ടെന്നേ.
നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആന്റി. അയ്യോ അപ്പു, മാളുവിനെ കാണുന്നില്ലേ?